അലൈക്കും അസ്സലാം. എന്നെ അളിയാ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നെങ്കിലേ രാവിലെ 2 വാഴപ്പഴം കഴിക്കും. എന്താ നിങ്ങളെ വണ്ടിക്കകത്ത് കയറിയപ്പം ബിരിയാണിയുടെ മണം വരുന്നുണ്ടല്ലോ. നീ കയറിയപ്പം പിച്ചളയുടെ മണമാണല്ലോ വരുന്നേ. പിച്ചളയോ? പിന്നല്ലേ, കഴുത്തി മൊത്തം അതല്ലേ കിടക്കുന്നേ. ഇനി ഞങ്ങളായിട്ട് പറഞ്ഞറിയിക്കണ്ട. ഹലോ ബോസേ, എന്താ സാർ? നിങ്ങളുടെ കഴുത്തി കിടക്കുന്നില്ലേ, അത് തങ്കമാണോ വെള്ളിയാണോ? അതിന് മുകളിലാ സാർ, പ്ലാറ്റിനം. പണയം വെക്കാൻ പറ്റുമോ? പറ്റില്ല സാർ. പിന്നെന്തിനാ കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നേ? അളിയാ, വെപ്പൻസ് എടുത്തോ? എല്ലാം എടുത്തിട്ടുണ്ട് സാർ. അത് മറക്കില്ലല്ലോ. പോട്ടെ പോട്ടെ, പോ പോ പോ. ബോസേ, ഇവിടത്തെ നാടൻ മുട്ടദോശ വളരെ ഫേമസ് ആ ബോസേ. അളിയാ, കോടാരക്കര ദോശ അതിലും ഫേമസ് ആളിയാ. വലിയ മനുഷ്യൻ എപ്പോഴും വലിയ മനുഷ്യൻ തന്നെയാ. താങ്ക്സ്. നമുക്ക് ടിഫിൻ കഴിച്ചല്ലോ സാർ. അങ്കിളെ, അത് പല്ലു കുത്തുന്ന സാധന, അതാണോ തിന്നോണ്ടിരിക്കുന്നേ? സാറേ ബില്ല്. ഹലോ, അതിനു മുമ്പ് ബോസിന് ടിഷ്യൂ പേപ്പർ കൊടുക്ക്. എന്താ സാർ? ടിഷ്യൂ പേപ്പർ. ഇന്നാ സാർ. താങ്ക്സ് സാർ ബില്ല്. വേണ്ട വേണ്ട, ഞാൻ കൊടുക്കാം സാർ. അങ്കിളെ വായടക്കേ. സാരല്ല സാർ, ഞാൻ തന്നെ കൊടുത്തോളാം. എന്താ ബോസ് ഇത്? ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങൾ വാങ്ങിത്തരണ്ടേ? ഇത് നിങ്ങളുടെ പേഴ്സ് തന്നെയാ, നിങ്ങൾ തന്നെ കൊടുത്തോളൂ. അതല്ല, കുഴപ്പമില്ല സാർ. മറ്റുള്ളവരുടെ പേഴ്സിൽ കൈവച്ചെനിക്ക് ശീലമില്ല. കൊണ്ടു. ഓ, ഭക്ഷണം കഴിക്കുന്നിടത്താണ് ഇമാതിരി പണി ചെയ്യുന്നേ. ബാലൻസ് സാർ. അവിടെ എന്താ ബോസ് ഇത്? എനിക്കറിയാം സാർ, നിങ്ങൾ രാവിലെ പേഴ്സ് വീട്ടിൽ മറന്നു വെച്ചിട്ടാ വന്നതെന്ന്. ബോസേ, നിങ്ങൾക്കാരാ ജമിനി ഗണേശന്റെ പേര് വെച്ചത്? നിങ്ങളുടെ പേര് MGR എന്ന് വെക്കണം ബോസേ. അവര് കാശില്ലാത്തവരെ കണ്ടുപിടിച്ച് തേടി പിടിച്ചുകൊണ്ട് കൊടുക്കും ബോസേ. താങ്ക് യു സാർ. വാ, നമുക്ക് പോയി ഒരു സീട്ട് വലിക്കാം. ചെലവ് കാശായി. വെക്കവിടെ വിവരില്ലാത്ത മൊട്ടത്തലേ. നീ ഒന്ന് പോടാവേ. സാർ നമസ്കാരം. സുരുളിനെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ലല്ലോ. അവനെങ്ങാനും എന്റെ കണ്ണിൽ കാണട്ടെ, എൻകൗണ്ടർ ചെയ്യും ഞാൻ. പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞത് മനസ്സിലായ? കണ്ടാ പറഞ്ഞേക്ക അവനോട്. ശരി സാർ, കണ്ടാ ഞാൻ പറഞ്ഞേക്കാം സാർ. എന്ത് സാർ, മേഡം വേണ്ടപ്പെട്ട ആളാ? അതെ. വളരെ അടുത്ത് വേണ്ടപ്പെട്ടതാണോ? അതെ. എനിക്കും അതെ. ഹായ് ബേബി. അയ്യോ ശരി ബേബി. അവനെ പോലെ തോന്നുന്നില്ല. ചേട്ടായി, ചേട്ടായി, നിങ്ങളെ ആ പുഷ്പയുടെ കെട്ടിയവനല്ലേ? നിന്റെ ചേച്ചിയുടെ കെട്ടിയവൻ. ഇങ്ങോട്ട് നോക്ക് ബോസേ, നിങ്ങൾ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നു, കുറി കൊടുക്കുന്നു, രാത്രിയിലെ വണ്ടിക്ക് തന്നെ നാട്ടിലേക്ക് പുറപ്പെടുന്നു. എന്താ ഓക്കെ അല്ലേ? ഓക്കെ തന്നെ. അല്ല, താഴത്തെ വീട്ടുകാർ നിങ്ങളുടെ ആരാണെന്നാ പറഞ്ഞേ? ലവറാണ്. ബോസ് എന്താ പറഞ്ഞേ? ലവറാണെന്ന്. രാവിലെ നിങ്ങൾ ചേച്ചി എന്നല്ലേ പറഞ്ഞേ? എന്താ ബോസ് ഇത്? സാധാരണ പെണ്ണുങ്ങളെ സഹോദരിയെ പോലെയല്ലേ കാണേണ്ടത്? നിങ്ങൾ കണ്ട ഉടനെ ഇങ്ങനെ സ്നേഹമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എവിടെയോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. സർ, ഞാൻ നിങ്ങളെ ഇന്നല്ലേ പരിചയപ്പെട്ടത്. അതെ. കണ്ട ഉടനെ എന്റെ പഴയ ലവർക്ക് ക്ഷണക്കത്ത് കൊടുക്കാൻ വന്നതെന്ന് നിങ്ങളോട് ഞാൻ എങ്ങനെയാ സർ പറയാ? അത് പോയിന്റ് ബോസ്. പക്ഷെ പഴയ കാമുയ്ക്ക് കുറി കൊടുക്കാൻ വന്നാണെന്ന് പറഞ്ഞില്ലേ, അത് പുതിയ കേസാ. പഴയ കേസാ സർ. നിങ്ങള് ഓട്ടോഗ്രാഫ് എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? മുട്ടിയുരുമിക്കാണ് നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്താവുക. നമ്മൾ കണ്ടെന്ന് പറഞ്ഞാ പോരെ? ഞാൻ ആ സിനിമ കണ്ടത് 3 ദിവസം മുമ്പ്. ആ സിനിമയിലെ ഹീറോ അയാളുടെ പഴയ ലവറിനെ തേടി പോയി ക്ഷണക്കത്ത് കൊടുക്കുന്നുണ്ട്. അത് കണ്ടിരുന്നോ? നിർത്ത്. അതേപോലെ നിങ്ങളുടെ പഴയ കാമുയെ തേടി കുറി കൊടുക്കാൻ വേണ്ടി വന്നു, അത്രയല്ലേ ഉള്ളൂ. അതെ സർ. എന്നാലും ഞാൻ അവളെ ചേച്ചിന്ന് മാത്രമേ വിളിക്കൂ. മോനെ, അളിയനൊന്നും മനസ്സിലാകുന്ന പോലെ പറഞ്ഞു കൊടുക്ക്. അതൊരു വലിയ കഥയാ സർ. ബോസേ, ഞങ്ങളൊക്കെ അമ്പലത്തിൽ പോയി ഉറക്കളച്ച് ബാലെ കണ്ടിട്ട് വീട്ടിൽ പോയിട്ട് ഒരു പോള കണ്ണടയ്ക്കാത്ത ആൾക്കാരാ. ഏതായാലും തിരുമംഗലത്താൻ ഒരു അരമണിക്കൂർ പിടിക്കും. അതിനു മുമ്പ് നിങ്ങളുടെ സ്റ്റോറി തീരുമല്ലോ. പറഞ്ഞോ, എന്തായാലും കേൾക്കാം. ഒരു 6-7 വർഷം മുൻപ് നിങ്ങളിപ്പോ താമസിക്കുന്ന അതേ വീട്ടില് ഞാനും താമസിച്ചിരുന്നു സർ. താമസം തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒരു ദിവസം വണ്ടി റോട്ടിൽ നോക്കി ഓടിക്കണോ? കുഞ്ഞേ, ആ ലാവണ്യയുടെ വീടിന്റെ മുകളിലുണ്ടല്ലോ, അവിടെ താമസിക്കാമെന്ന കുഞ്ഞാണോ മോനെ? ലാവണ്യോ? ആരാ മുത്തശ്ശിയത്? നിങ്ങളുടെ വീടിന്റെ താഴെ താമസിക്കുന്ന പെണ്ണാ.
എനിക്കറിയില്ലല്ലോ. ആ കൊച്ചാണെങ്കിൽ എപ്പം നോക്കിയാലും മേക്കപ്പും തേച്ചോണ്ട് നടക്കുന്ന പെണ്ണാ. അവളാന്നേ. അങ്ങനെ ആരെയും കണ്ടില്ലല്ലോ മുത്തശ്ശി. അവിടെ വീട്ടിലേക്ക് നിന്റെ വീട്ടിലേക്കും നീ താമസിക്കുന്ന മുകളിലത്തെ വീട്ടിലേക്കും ആ 3 വീട്ടിലേക്ക് ഈ പൂവൊന്നും കൊണ്ട് കൊടുക്കുവോ മോനെ? എനിക്കാണെങ്കിൽ മുകളിലോട്ട് കേറാൻ മേല മുട്ടുവേദനയാ. എന്നാ ഞാൻ കൊടുത്തേക്ക് മോനെ മുത്തശ്ശി. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ മുത്തശ്ശി. സൂക്ഷിച്ചു പോണേ മോനെ. അവനെ വേഗം ഒതുക്കടാ. എടാ നിക്കടാ. ചില്ലറയൊന്നുമില്ല. എന്തോന്നാ ചില്ലറയില്ലെന്നോ? മോനെ നിന്റെ പേര് നിന്നാടാ? ജെമിനി. ഓ പാട്ടുപാടണം ടടണ്ടൻ, പറന്നു അയ്യേ. ചെല്ലണം ടടണ്ടൻ. ആ ജെമിനി അല്ല. അപ്പോ ഓപ്പോടുന്ന ഒരു പാട്ടില്ലേ, ആ പടത്തിലെ ജെമിനിയാണോ? ഉംഹും. നീ ആ ലാവണ്യയുടെ വീട്ടിലെ ടെറസിലല്ലേ താമസിക്കുന്നത്? അവളെ നിനക്ക് അറിയാവുന്നതാണോ? അവൾ ആരാണെന്നൊന്നും എനിക്കറിയില്ല. ഏ? അവളോ? നീ എന്താണ് ഒരു ബഹുമാനം ഇല്ലാണ്ട് സംസാരിക്കുന്നത്? അവള് നിന്റെ ചേച്ചിയാണ്. ആയിക്കോട്ടെ ചേട്ടാ. ഡാ എന്താടാ ചേട്ടാന്ന് വിളിക്കുന്നേ? ലാവണ്യ നിനക്ക് ചേച്ചിയാണേ, ഞങ്ങള് നിന്റെ അമ്മാവന്മാരാടാ. മനസ്സിലായോടാ? അമ്മാവന്മാരോ? അതായത് ഞങ്ങള് ഞങ്ങള് രണ്ടുപേരും രണ്ടുപേരും ലാവണ്യനെ ലാവണ്യയെ പ്രേമിക്കുന്നുണ്ട്. പ്രേമിക്കുന്നുണ്ട്. ഡാ എന്താടാ ഒരുമാതിരി ആക്കി വെച്ചിരിക്കുന്നത്? കളച്ചടം വെച്ച് നിർത്തിട്ടേ സ്ഥലം വിട്ടോടാ. പോടാ. പോവാ അമ്മാവ. 1 മിനിറ്റ്. ഇത് ഞങ്ങൾ തന്നതാന്നും പറഞ്ഞ് നിന്റെ ചേച്ചിക്ക് കൊടുത്തേക്ക്. ഇത് രണ്ടും വേണം. 2 പേരുള്ളപ്പോ പിന്നെ പോടാ. പോയിക്കോ പോയിക്കോ. ചേച്ചി, ചേച്ചി. അമ്മ വീട്ടിലില്ല. ലാവണ്യ ചേച്ചി. ഛേ. ഇപ്പോഴല്ലേ കണ്ടത്? അതിനുള്ള പൂ തരുന്നോ? പൂക്കാരി മുത്തശ്ശി തന്നുവിട്ടതാ. അല്ല, നിന്റെ പേര് ജെമിനി എന്നല്ലേ? അതെ ചേച്ചി. നീ എന്തിനാ പഠിക്കുന്നേ? 3rd ഇയർ. ഞാനെന്താ പഠിക്കുന്നേന്ന് അറിയാവോ? 2nd ഇയർ ചേച്ചി. ഞാൻ നിന്നെക്കാളും പ്രായം കുറവാ, എന്നിട്ട് എന്നെ ചേച്ചിന്ന് വിളിക്കാം? പറ. അല്ല, കാണാൻ നല്ല സുന്ദരിയല്ലേ, അതുകൊണ്ടാ. ഞാനെന്താ അത്രയ്ക്ക് സുന്ദരിയാണോ? സംശയമുണ്ടേ കണ്ണാടി നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അല്ല, സുന്ദരിയായിരുന്ന ചേച്ചിന്ന് വിളിക്കോ? അങ്ങനെയല്ല. നിങ്ങളെപ്പോലുള്ള സുന്ദരിമാരെ എന്നെപ്പോലുള്ള ചെക്കന്മാര് പേരെടുത്ത് വിളിച്ച പഞ്ചായത്തടിക്കുക, പ്രേമിക്കാൻ നോക്കിയാൽ തെറ്റിദ്ധരിക്കില്ലേ? അതെ. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിന്ന് വിളിച്ചത്. ഇനി എന്നെ തെറ്റിദ്ധരിക്കില്ലല്ലോ. അതൊക്കെ നേരാ. എന്നാലും എന്നെ ലാവണ്യാന്ന് വിളിച്ചോ നീ. എനിക്കതിൽ വിഷമമൊന്നുമില്ല. താങ്ക്സ് ലാവണ്യ. ഒരു ചെറിയ സഹായം ചെയ്യൂ. പറയേ. ശാന്തി എന്ന് പേരുള്ളൊരു ചേച്ചിയുടെ അടുത്ത് ഞാൻ ട്യൂഷന് പോകുന്നുണ്ട്. അവരുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അറിയോ? പാവം. പക്ഷെ ലാവണ്യ വിചാരിച്ചാൽ പെട്ടെന്ന് കല്യാണം നടക്കും. വാട്ട്? ഞാൻ വിചാരിച്ചാലോ? എനിക്ക് അവൾക്ക് എന്താണ് ബന്ധം? മനസ്സിലായില്ല. ആ ചേച്ചി ലാവണ്യെ പോലെ ഭയങ്കര ഭംഗിയാ. അവരുടെ കണ്ണ് ലാവണ്യയുടെ കണ്ണ് പോലെ എന്തു ഭംഗിയെന്നറിയോ? ലാവണ്യയുടെ കവൾ എന്തു മിനുസാ കാണാൻ. പക്ഷെ അവരുടെ മുഖത്ത് അവിടെ എവിടെയായിട്ട് നിറയെ മുഖക്കുരുവാണ്. അതുകൊണ്ട് കാണാൻ വരുന്ന ചെക്കന്മാർക്കെല്ലാം പെണ്ണ് കൊള്ളാം, പക്ഷെ മുഖത്ത് മുഴുവൻ കുരുക്കളാണെന്നും പറഞ്ഞ് വേണ്ടെന്ന് വെക്ക. അത്രേ ഉള്ളോ? ഞാനും പേടിച്ചുപോയി. എന്റെ അടുത്ത് പിമ്പിൾസിന് ഒരു നല്ല ക്രീം ഉണ്ട്. വെയിറ്റേ. ദേ കുട്ടി, അവിടെ നിൽക്ക്. ഈ പൂക്കൾ കൊണ്ടുപോയി നിന്റെ അമ്മയുടെ കൊടുക്ക. ഇയാള് തന്നെ കൊടുത്തേക്ക്. അതിനെന്തിനാ എത്ര ജാട കാണിക്കുന്നേ?
വാ. ആ ഇന്നാ ഇത് യൂസ് ചെയ്ത ഒരാഴ്ചക്കുള്ളിൽ വ്യത്യാസം അറിയാം. താങ്ക്സ്. വെൽക്കം. ബൈ. മീനാക്ഷി സാർ എവിടേക്കാണാവോ? ആ മുകളിലെ വീട്ടിൽ പൂ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൊടുത്തിട്ട് വരാം. ഈ അച്ഛനും മോനും വേറെ പണിയൊന്നുമില്ല. മുഖത്തോട് മുഖം നോക്കിയാലും സംസാരിക്കില്ലെന്നോ. ഹായ് ലാവണ്യ ചേച്ചി. ഹായ്. നമസ്കാരം സർ. ഹേയ്, ലാവണ്യെന്ന് വിളിക്കാനല്ലേ പറഞ്ഞേ? ചേച്ചിന്ന് എന്തിനാ വിളിക്കുന്നേ? അച്ഛനും അമ്മയും തെറ്റിദ്ധരിക്കില്ലേ, അതുകൊണ്ട് അങ്ങനെ വിളിച്ചേ. അച്ഛനമ്മയും തെറ്റിദ്ധരിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ തെറ്റിദ്ധരിക്കും. ഇനി മുതൽ ലാവണ്യെന്ന് വിളിച്ചാ മതി. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഹായ് ചേച്ചി. ഹേയ്, ഇപ്പൊ എന്നെ ലാവണ്യെന്ന് വിളിച്ചാ മതി. ആ വീട്ടിൽ അമ്മയും അച്ഛനും ഇല്ല, ശരിയല്ലേ? ലാവണ്യ, നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. ആ, എന്തിന്? പിടിക്കൂ, പറയാം. ശാന്തി ചേച്ചിയുടെ കല്യാണം ഫിക്സ് ആയി. എപ്പോ? ഇന്ന് തന്നെയാ. നീ തന്ന ക്രീം തേച്ചപ്പോ മുഖത്ത് പിമ്പിൾസ് എല്ലാം പോയി. ഇപ്പൊ നിന്റെ മുഖം പോലെ തന്നെയുണ്ട്. പക്ഷെ ഒരാഴ്ച കൂടി ആയില്ലല്ലോ, അതിനുള്ളിലോ? ലാവണ്യയുടെ കൈപ്പുണ്യം എന്താ, പഠിച്ച വിദ്യ ഒരു ബോക്സിലാക്കിയല്ലേ എന്റെ തന്നത്. ശാന്തി ചേച്ചിയെ കണ്ടതും ചെറുക്കൻ ഒരുപാട് ഇഷ്ടമായി. മെയ്ഡ് ഫോർ ഈച്ച് അതർ. ശാന്തി ചേച്ചി ലാവണ്യെ കേക്ക് ഏൽപ്പിക്കാൻ പറഞ്ഞു. താങ്ക് യു. ഓക്കെ ബൈ ലവ്. ലവ്വോ? ലവ് ലവ് ഫോർ ലാവണ്യ എന്നാ. ഓക്കെ ജയ്. ജയ്. ഓക്കെ. ജയ്, എന്റെ ബൈക്കൊന്ന് അകത്തേക്ക് എടുത്തു വെക്കൂ പ്ലീസ്. ഓക്കെ. ഇതെങ്ങനെയാ, ഗിയറും കാണുന്നില്ലല്ലോ. എന്താ ജയ്, ഓടിക്കാൻ അറിയില്ലേ? ഉരുട്ടാൻ പോലും അറിയില്ല. സ്കൂട്ടി ഓടിക്കാൻ അറിയില്ലേ? പറച്ചിൽ കേട്ടതൊന്നും നാളെ എന്നെ പഠിപ്പിക്കാൻ പോവാണെന്ന്. നാളെ ഗ്രൗണ്ടിലേക്ക് വാ.